ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ കാണിച്ചത് ഗാർഡൻ്റെയാണ്, നമ്മൾ ഡാം കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ കാണിച്ചതാണ് ഗാർഡനിലെ വീഡിയോസുകളാണ് ഇതൊക്കെ. അപ്പം ഇന്ന് നമ്മൾ ഡാം കാണിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേലുള്ളത് തന്നെയാണ് ഡാം. അപ്പം നമുക്ക് ഡാം കാണാം. ഇതന്നെയാണ് കാരാപ്പുഴ ഡാം. ഇത് ഗാർഡൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഉള്ളത് തന്നെയാണ് ഡാം. അതിൻ്റെ ഫുൾ ഏരിയയിലേക്കൊന്നും പെർമിഷൻ ഇല്ല പോകാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഈ ലൈനിൽ ഉള്ള സ്ഥലത്ത് മാത്രം നിന്ന് നോക്കാനേ പറ്റുള്ളൂ, അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കനാല് വഴി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഡാമിൽ നിന്നാണ് കൊണ്ടുപോണത്. അമ്പലയിൽ മീനങ്ങാടി ഭാഗത്തേക്കുള്ള വെള്ളങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഡാമിൽ നിന്നാണ്. പിന്നെ കുടിവെള്ള പദ്ധതികളെല്ലാം കുറേ ഉണ്ട്, അതെല്ലാം ഈ ഡാമിൽ നിന്നാണ് പോണത്. ഇപ്പോൾ ലേശം മഴ കുറവായത് കാരണമാണ് വെള്ളം കുറവ്, അല്ലെങ്കിൽ ഏകദേശം വെള്ളം മേൽഭാഗത്തോട്ട് എത്തി നിൽക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഒന്നും അങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല അവർ. പിന്നെ നമ്മൾ ആ വഴി പോണ സമയത്ത് ഇതുപോലെ ചെറിയ വെള്ളങ്ങളിങ്ങനെ പോണതെല്ലാം കാണാം. പിന്നെ അമ്പലവയലിലെല്ലാം പാറകളാണ് അധികം ഉള്ളത്, മലയാലും എല്ലാം പാറകളായിരിക്കും. പിന്നെ അത് മാത്രമല്ല നല്ല കൃഷി ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല നെൽകൃഷിയും വാഴയും ചേമ്പും ചേന, കാപ്പി, കുരുമുളക്, അതുപോലത്തെ എല്ലാം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അമ്പലവയൽ മീനങ്ങാടി ഏരിയകൾ. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് അതിൻ്റെ ഏരിയ ഭാഗങ്ങൾ. പറഞ്ഞ വലിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗാർഡനും ഡാമും കൂടിയുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്ത് തരും. പിന്നെ നമ്മൾ അങ്ങനെ മീനങ്ങാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.